സ്നേഹം നിറഞ്ഞ രാണായി കമ്മിറ്റി അംഗങ്ങൾ, സാധാരണ രാണായ കമ്മിറ്റിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ കമ്മിറ്റിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ദുഃഖമുണ്ട്. കാരണം ഞങ്ങളുടെ സഹോദരമായി സ്നേഹിക്കുകയും രാണായ കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങളോടും 100% യോജിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്നതായ ഞങ്ങളുടെ പ്രിയ സഹോദരൻ വള്ളപ്പുരയ്ക്കൽ രാജു എന്ന് ഞങ്ങൾ വിളിക്കുന്നതായ കല്ലിശ്ശേരിയുടെ ഭാഗമായ ശ്രീ പുതുപ്പാൻ ജോസഫ് അകാലമായ നിര്യാണത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ദുഃഖമുണ്ട്. അദ്ദേഹം എല്ലാ കമ്മിറ്റിയിലും കടന്നു വരുമായിരുന്നു. കാരണം കഴിഞ്ഞ 2ാമത്തെ ടേമാണ് രാണായ കമ്മിറ്റിയിലെ അദ്ദേഹം അംഗമായിട്ടിരിക്കുന്നത്. 1979 മുതൽ പ്രിയപ്പെട്ട രാജുവുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം അന്ന് ഞാൻ കല്ലിശ്ശേരിപ്പള്ളി വികാരിയായ സമയത്ത് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു നല്ല ആത്മീയ മനുഷ്യനായിരുന്നു. അന്ന് സാമ്പത്തികമായി വലിയ കഴിവില്ലായിരുന്നെങ്കിലും ആ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ആ മക്കളെല്ലാം ദൈവം അനുഗ്രഹിച്ചു. രാജുവും ഒരു നല്ല നിലയിൽ ജീവിക്കുവാനും തൻ്റെ വ്യാപാരങ്ങളിൽ വ്യാപൃതനാകുവാനും ദൈവം കൃപ കൊടുത്തു. അദ്ദേഹം രാണായ സമുദായത്തിന് വേണ്ടി അനേക നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ടേമിലും ഈ ടേമിലും ഞങ്ങളോട് ചേർന്ന് തോളോട് ചേർന്ന് സഹോദരൻ അഭിവന്ദനായ സമുദായ മെത്രാപ്പൊലീത്ത കുറിയാക്കോസ് മാർ സേവോറിയോസ് തിരുമേനിക്ക് വേണ്ടി യഹോരാത്രം അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത ഏറ്റവും ഒടുവിലത്തെ നന്മയാണ് ഈ പ്രാവശ്യത്തെ കല്ലിശ്ശേരിപ്പള്ളിയുടെ നിർവാഹക സമിതി തെരഞ്ഞെടുപ്പിൽ 100% സമുദായ അംഗങ്ങളെ അദ്ദേഹം 15 പേരിൽ ഉള്ള 14 പേരെയും അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്തു. അതൊരു വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കല്ലിശ്ശേരിപ്പള്ളിയിൽ ഒരു പ്രശ്നവുമില്ലാതെ സമുദായത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നു. അത് ശ്രീ പുതുപ്പാൻ ജോസഫും അതുപോലെ തന്നെ അദ്ദേഹത്തോട് പ്രവർത്തിച്ചതായ ആളുകളുമാണെന്ന് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി രാണായ സമുദായത്തിലെ കമ്മിറ്റി അംഗങ്ങളാകാതെ ഞങ്ങളോട് എല്ലാവരും സഹകരിച്ചതായ ആ സഹകരണം എന്ന് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. ദൈവമായ കർത്താവ് അദ്ദേഹത്തിന് നിത്യശാന്തി നേരിട്ട് എന്ന് പ്രാർത്ഥിക്കുകയും അബ്രഹാം നബികൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ അംഗങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും പ്രിയപ്പെട്ട രാണായ സമുദായത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഞങ്ങളെല്ലാം വലിയ ഹൃദയഭാരത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കമ്മിറ്റി മുറിയിലോട്ട് ഇത് കയറിയപ്പോൾ രാജു ഇരിക്കുന്ന കസേര ഇന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് 2018 മുതൽ രാജു ഏതാണ്ട് 9 വർഷത്തോളം ഞങ്ങളോടുകൂടി എന്നും പ്രവർത്തിച്ചിരുന്നു. എല്ലാ കമ്മിറ്റിയിലും അദ്ദേഹം വരുമായിരുന്നു. അദ്ദേഹം വരുന്നത് തന്നെ ഞങ്ങൾക്കൊരു അഭിമാനകരമായ രീതിയിലാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും നടപ്പും. അദ്ദേഹം അധികം കമ്മിറ്റിയിലൊന്നും സംസാരിച്ചില്ലെങ്കിലും അദ്ദേഹം 1-2 വാക്കുകളോടെയും പറയും. അതെല്ലാവരും അംഗീകരിക്കും. ഞങ്ങളുടെ ഒരു മൂത്ത ഒരു ജ്യേഷ്ഠനെ കൂട്ടയാണ് എല്ലാവരും ഞങ്ങൾ കരുതിയിരുന്നത്. രാണായ സമുദായത്തിനും രാണായ കമ്മിറ്റിക്കും അത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. പക്ഷെ ദൈവത്തിന്റെ വിളി അനുസരിച്ച് എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് പോയേ മതിയാകൂ. രാണായ അസോസിയേഷനിലാണെങ്കിലും അസോസിയേഷൻ തുടങ്ങുന്ന ദിവസം ഒരു 8:30 ആവുമ്പോഴേ അദ്ദേഹം ഇവിടെ സെമിനാരിയിൽ എത്തും. അപ്പോൾ ഏത് കാര്യത്തിലാണ് പ്രസംഗിക്കാനൊക്കെ വരുന്ന സ്റ്റേജിലാണെങ്കിൽ അദ്ദേഹം പറയും, ഞാൻ പ്രസംഗിക്കുന്നില്ല, അത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ച് സമയം കളയരുത്, പ്രസംഗം കുറച്ചുകൊണ്ട് അത് സാധാരണ രീതികളൊന്നും അദ്ദേഹം പ്രസംഗിക്കുകയില്ല. അദ്ദേഹം തന്നെ പുറകോട്ട് മാറും. ഒരു പേരുകളോ അല്ലെങ്കിൽ പ്രശസ്തിയോ ഒന്നും വേണ്ട, ഇത് നല്ലതായ രീതിയിൽ പോകണം എന്നുള്ള വലിയ ഒരു ഞങ്ങളുടെ ഒരു ബലമായിരുന്നു രാജുവിന്റെ വിയോഗം എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ ഹൃദയവേദനയുള്ള ഒരു വിയോഗമായി പോയി. പെട്ടെന്നായിപ്പോയി. ഒന്ന് സംസാരിച്ച് ഒന്ന് അദ്ദേഹവുമായിട്ടൊന്ന് ഇടപെട്ട് നിൽക്കുന്നതിന് പറ്റിയില്ല. പെട്ടെന്ന് രാവിലെ 6 മണിയായപ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ള ഇതാണ് ഇട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇവിടെ സമുദായത്തിന്റെ ട്രസ്റ്റി ഇവിടെ ഇല്ല, അതുപോലെ തന്നെ വൈദിക ട്രസ്റ്റി ഇല്ല. അപ്പം അവിടെ അതിനെ സംബന്ധിക്കാൻ പറ്റിയില്ല. അവരൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇല്ലാത്തവരെല്ലാവരും വിളിച്ചു പറഞ്ഞു. അവരുടെയൊക്കെ പേരിലുള്ള അനുശോചന ഞങ്ങൾ രാണായ കമ്മിറ്റി അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇത് രാണായ കമ്മിറ്റി കൂടുന്നത്. ഇതിനുമുമ്പ് കൂടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം കൂടുന്ന ആദ്യത്തെ മാനേജിംഗ് കമ്മിറ്റിയാണ്. എല്ലാ അനുശോചനങ്ങളും നേരിടുന്നു. അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം നിത്യതയിലൊരു നല്ല ഒരു പോർപ്പൊരുതി ഇവിടുന്ന് പോയ രാജുവിന് ദൈവം തീർച്ചയായിട്ടും അബ്രഹാമിൻ മടികളില് ആ ദാസനെ ആശ്വസിപ്പിക്കും. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നും രാജുവിന്റെ ആ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ ഓർമ്മയിൽ മരിച്ചാൽ പോലും
എന്നും അദ്ദേഹത്തിന്റെ ഓർമ്മ ജ്ഞാനായ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ കാണും. ഒരിക്കൽ കൂടി ജ്ഞാനായ കമ്മിറ്റിയുടെ ഔദ്യോഗികമായ അനുശോചനം അറിയിച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ജ്ഞാനായ സമുദായത്തിന്റെ സെക്രട്ടറി സീനിയർ കമ്മിറ്റി തോമസ് ഷെട്ടി ഉൾപ്പെടെ മറ്റു കമ്മിറ്റിക്കാരെ എല്ലാം ഉൾപ്പെടെ ഞാൻ രായിച്ചാന്റെ മരണം എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖത്തിലുള്ള ഒരു സംഗതി തന്നെയാണ്. ഞാനും രായിച്ചാനും തമ്മിലാണ് വലിശ്ശേരിയിൽ നിന്ന് അല്ലെങ്കിൽ കുറ്റൂന്നൽ വലിശ്ശേരി എന്ന് പുള്ളി വരുമ്പോൾ പുള്ളിയുടെ വണ്ടിയിലാണ് ഞാൻ ചിങ്ങാനത്തെ മിക്കവാറും വരുന്നുകൊണ്ടിരുന്നത്. അന്നേരമൊക്കെ പുള്ളിയുടെ വായിൽ വരുന്ന വാക്കുകൾ വളരെ വിലപ്പെട്ട തന്നെയായിരുന്നു. 2018 തൊട്ട് അദ്ദേഹം ഞാനുമായിട്ടുള്ള ബന്ധം ഒരു ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള ബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണം ഞങ്ങളെ കുപ്പമ്പളിൽ പോയി തിരിച്ചു വന്നപ്പോൾ തന്നെയാണ് രാവിലെ വിവരം പറഞ്ഞത്. അന്നേരം തന്നെ ഞാനും കൂടെ ഈ സംഗതി ആഘോഷിക്കുകയും തോമസ് കുട്ടികാരും മുമ്പേ പോയി. എന്നാലും കടന്നുപോയി എന്നുള്ള ഒരു വലിയ ദുഃഖം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുഞ്ചിരി തന്നെയാണ്. ആ പുഞ്ചിരി ഒരു മുഖത്തും മുഖം തന്നെ ഒരു ഐശ്വര്യത്തിന്റെ ഒരു ലക്ഷണമാണ്. അദ്ദേഹം ഒരു മുഖം കറുത്ത ഇതുവരെ സംസാരിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മൂക്കും ഭാര്യയ്ക്കും ഒരു താങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥ തന്നെയാണ്. ഒരാഴ്ചാൻ അല്ലെങ്കിൽ അവരുടെ പപ്പ എന്ന് പറയുന്നതിനെ അവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. രായിച്ചാനും അതുപോലെ മക്കളെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ടായി. അതുപോലെ തന്നെ സമുദായ പക്ഷത്ത് നിൽക്കുകയും സമുദായത്തിന്റെ കലിശ്ശേരി പള്ളിയിൽ തന്നെ ആ കലിശ്ശേരി പള്ളിയിൽ സമുദായ പക്ഷം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കഴിവ് വളരെ വിലപ്പെട്ട തന്നെയായി. അദ്ദേഹത്തിന്റെ നിര്യാണത്തിലെ ജ്ഞാനായ കമ്മിറ്റിയുടെ അനുശോചനം എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനവും രേഖപ്പെടുത്തുകയും ഇമ്പങ്ങളുടെ പള്ളി സായിൽ അംഗീകരിക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രത്യാശിച്ചുകൊണ്ട് നമസ്കാരം. വന്യനായ ഇലശ്ശേരി അച്ഛ, ജ്ഞാനായ സമുദായത്തിന്റെ സെക്രട്ടറി ശ്രീ ടി.ഒ. അബ്രഹാം, മറ്റ് സഹപ്രവർത്തകരെ, ഒരു വിരഹത്തിന്റെ വേദന കടിച്ചമർത്തിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം 3 വർഷമായിട്ട് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന പോലെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഞാനും രായിച്ചാനും ഒക്കെ ഇരുന്ന് ഞങ്ങൾ തന്നെ നമ്മളെല്ലാവരും ഇരിക്കുന്നു. അതിൽ ഒരാൾ മാറ്റപ്പെടുക എന്ന് പറയുമ്പോൾ അത് തികച്ചും വേദനാജനകമാണ്. ഞാൻ ആദ്യമായിട്ട് പട്ടമേറ്റതിന് ശേഷം നടന്ന അസോസിയേഷൻ ഇലക്ഷൻ ഞാനും രായിച്ചാനും ഉണ്ടായിരുന്നു. അന്ന് അസോസിയേഷനിലെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രണ്ട് പാനലിൽ നിന്ന് മത്സരിച്ചതാണ്. പക്ഷെ മത്സരിക്കുന്ന മുമ്പ് ഞങ്ങൾ തോളിൽ കൈകിട്ടുകൊണ്ടാണ് അസോസിയേഷൻ പോളിലേക്ക് പ്രവേശിച്ചത്. തിരിച്ച് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞും ഞങ്ങൾ തോളിൽ കൈകിട്ടുകൊണ്ടാണ് താഴോട്ട് ഇറങ്ങിയത്. അത്രമാത്രം വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ അദ്ദേഹം വളരെ ശ്രമിച്ചിരുന്നു. അത് കഴിഞ്ഞ് എപ്പോൾ കാണുമ്പോഴും എന്നെ ഒരു അനിയനെ കാണുന്ന പോലെ പുത്രവാത്സല്യത്തോടുകൂടി സഹോദര സ്നേഹത്തോടുകൂടി എന്നെ ഒരു പെരുമാറിയതൊക്കെയും ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഈ ജ്ഞാനായ സമൂഹം മൊത്തം അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ദുഃഖം ഉളവാക്കുന്ന അല്ലെ ദുഃഖത്തിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരനെ നമുക്ക് അബ്രഹാമിന്റെ വഴിയിലേക്ക് വളരെ പ്രത്യാശയോടുകൂടി യാത്രയായിരിക്കാം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ എത്രയും പെട്ടെന്ന് ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം മാത്രം